ശ്രവണം. ശരിക്കുള്ള ശ്രവണം എന്താ? ഹൃദാശൃണ്വൻ ഹരേ കഥ. ഹൃദയം കൊണ്ടാണ് ഇതൊക്കെ കേൾക്കേണ്ടത്. നമ്മുടെ ഈ ചെവിയിലൂടെ പോകുന്ന ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ഉള്ളിൽ എന്തിൽ വെച്ച് നിൽക്കുന്നുവോ അവിടെയാണ് ശ്രവണ വിജയം. ബുദ്ധിയിലും മനസ്സിലൊന്നല്ല ഈ ഭഗവാന്റെ കഥകള് വെക്കേണ്ടത്, പിന്നെയോ ഹൃദയത്തിലാണ്. ഹൃദയം കൊണ്ട് കേൾക്കണം ഈ ഭഗവാന്റെ കഥ. അപ്പോഴാണ് ആ പരമാനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത എന്താ ഇനി പറയാൻ പോകുന്നുണ്ട്. ശോകാശ്രുസാഗര വിശോഷണമത്യുദാരം. ശോകാശ്രുസാഗരം, ദുഃഖം കൊണ്ടുണ്ടാകുന്ന സമുദ്രം. ആ സമുദ്രത്തെ മുഴുവൻ വറ്റിക്കാൻ പാകത്തിനാണ് ഭഗവാന്റെ കഥകൾ എന്നാണ്. അത്ര സുന്ദരാണ്. എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവും. അപ്പോ സമസ്ത ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവാന്റെ കഥകള് അതെപ്പോഴും കേൾക്കണം എന്നാണ്. അത് ഹൃദയം കൊണ്ടാണ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞു. സ്വയംഭൂമനു അങ്ങനെയാണ് ഭഗവാന്റെ കഥകൾ കേട്ടത്. അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ്? അയാതയാമാസ്തസ്യാസൻ യാമാസ്വാന്തരയാപന ശൃണ്വതോ ധ്യായതോ വിഷ്ണോ കുർവതോ ബ്രുവത കഥ. ഇങ്ങനെയാണ് മനുവിന്റെ ജീവിതം. അദ്ദേഹം ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. എപ്പോഴും ഭഗവാനിൽ ശ്രദ്ധ വെച്ച് ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാന്റെ കഥകൾ ആലപിച്ച് ഭഗവാന്റെ ലീലകള് ആടി, അങ്ങനെയൊക്കെയാണ്. ശൃണ്വതോ ധ്യായതോ വിഷ്ണോ കുർവതോ ബ്രുവത കഥ. ഭഗവാന്റെ കഥകളിൽ അത്യധികം ശ്രദ്ധ വെച്ച് അതിൽ നിമഗ്നനായി ഇരുന്നു എന്നാണ്. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കുക, ഭഗവാനെ തന്നെ ധ്യാനിക്കുക. പല കാര്യങ്ങളും ഇവിടെ ചിന്തിക്കാനുണ്ടാവും. പക്ഷേ അന്യചിന്തകളിലേക്കൊന്നും അദ്ദേഹം പോയില്ല. അദ്ദേഹം ഭഗവാനിൽ തന്നെ ശ്രദ്ധ വെച്ചു, ഭഗവാനെ തന്നെ ചിന്തിച്ചു. ഭഗവാൻ ആടിയ പല ലീലകളും അദ്ദേഹം ആടിയെന്നാണ്, അദ്ദേഹം ചെയ്തു എന്നാണ്. ഭഗവാന്റെ പല ലീലകളും മനസ്സിലാക്കിയിട്ട് ചില അഭിനയങ്ങളൊക്കെ ചെയ്തു എന്നാണ്. അങ്ങനെയൊക്കെയാണ് സ്വയംഭൂമനുവിന്റെ ജീവിതം. ഒരിക്കലും ഈ ഇന്ദ്രിയോത്സവത്തിൽ, ഇന്ദ്രിയ സൗഖ്യങ്ങളിൽ അമിതമായിട്ട് അദ്ദേഹം മുഴുകിയില്ല. ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനിൽ ശ്രദ്ധ വെച്ച് ജീവിക്കലാണ്. ഇത് ലോകത്തെ അങ്ങോട്ട് പഠിപ്പിച്ചു ആ മഹാത്മാവ് എന്നാണ്. തന്റെ ശിഷ്യന്മാർക്കൊക്കെ ദിവ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്തു. അതാണ് പ്രസിദ്ധമായ മനുസ്മൃതി, വളരെ വിഖ്യാതമായ മനുസ്മൃതി. സ്മൃതികളില് അനവധി സ്മൃതികളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്മൃതി മനുസ്മൃതിയാണ്. വേദങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം സ്മൃതിക്കാണെന്നാണ് പറയുക. ശ്രുതി സ്മൃതി പുരാണാനാം എന്നാണ് പറയുക. ആദ്യം ശ്രുതി, വേദം. വേദമാണ് പരമമായിട്ടുള്ള പ്രമാണം, അന്തിമമായിട്ടുള്ള തീരുമാനം. അത് നിർണയിക്കപ്പെടുന്നത് വേദത്തിലൂടെയാണ്. വേദമാണ് പരമപ്രമാണം. അത് കഴിഞ്ഞാൽ പിന്നെ സ്മൃതിയാണ്. ധാരാളം സ്മൃതികളുണ്ട്, സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്. മനുസ്മൃതി, പരാശര സ്മൃതി, വസിഷ്ഠ സ്മൃതി, അങ്ങനെ അനവധി സ്മൃതികളുണ്ട്. ഇതിൽ വളരെ പ്രസിദ്ധമായിട്ടൊരു സ്മൃതിയാണ് സാക്ഷാൽ സ്വയംഭൂമനുവിന്റെ സ്മൃതി എന്നാണ്, മനുസ്മൃതി എന്നാണ് അതിന് പറയുക. അനവധി ധർമ്മങ്ങളെ നന്നായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി എന്നാണ്. അതൊന്ന് സൂചിപ്പിച്ചു. തന്റെ ശിഷ്യന്മാർക്കൊക്കെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ പറഞ്ഞു കൊടുത്തു. മോക്ഷോപായത്തെ പഠിപ്പിച്ചു, അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് സ്വയംഭൂമനുവിന്റെ ജീവിതം ഉണ്ടായത് എന്ന് പറഞ്ഞു. പിന്നീട് ഈ കർദമന്റെയും ദേവഹൂതിയുടെയും ജീവിതം പറയാണ്. ഇപ്പൊ ഭാഗവതം എന്നത് ശാസ്ത്രം എന്നാണല്ലോ പറഞ്ഞത്. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അതില് ആരംഭത്തിൽ പറഞ്ഞു ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ഭാഗവതം എന്നത് ശാസ്ത്രമാണ് എന്ന് പറഞ്ഞു. ശാസ്ത്രം എന്ന ശബ്ദത്തിന് ശാസിക്കുന്നത് എന്നാണ് അർത്ഥം. മറ്റു ഒരു പുരാണത്തിനും ഇങ്ങനൊരു വിശേഷണം കൊടുത്തിട്ടില്ല. ഭാഗവതത്തിന് മാത്രമേ ഇങ്ങനൊരു വിശേഷണം കൊടുത്തിട്ടുള്ളൂ. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ഭാഗവതം എന്നത് ശാസ്ത്രമാണ് എന്ന ഒരു വിശേഷണം. പ്രവൃത്തിർവാ നിവൃത്തിർവാ പുംസാം യേനോപദിശ്യത്തെ
തദ്ധർമാശ്ചോപദിശ്യന്തേ ശാസ്ത്രം ശാസ്ത്രവിദോ വിദു എന്നാണ് ശാസ്ത്രത്തിന് നിർവചനം.